എന്താണ് ഈ ഇൻക്യുബസ് സിൻഡ്രോം? യൂറോപ്യൻ നാടോടി കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സ്ത്രീകളെ അവരുടെ നിദ്രാലോകത്തിൽ ചെന്ന് ശാരീരികമായും ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു പിശാചിൻ്റെ പേരാണ് ഇൻക്യുബസ്. അതുകൊണ്ട് തന്നെ ഉറക്കത്തിനോട് ചേർന്നോ അല്ലെങ്കിൽ ഉറക്കത്തിലോ തന്നെ ആരോ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് ചിന്തിക്കുന്ന, എന്ന് തെറ്റിദ്ധരിക്കുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥയെ പറയുന്ന പേരാണ് ഇൻക്യുബസ് സിൻഡ്രോം. സൈക്യാട്രിയിൽ ഇതിനെ ഒരു സൈക്കോപാത്തലോജിക്കൽ ഡിസോർഡറായാണ് കണക്കാക്കുന്നത്. കഥകളിലും സ്വപ്നങ്ങളിലും കാണുന്ന പിശാചുമായുള്ള ശാരീരികമായ ബന്ധം ഒരു തോന്നൽ എന്നതിനേക്കാൾ ഒരു യാഥാർത്ഥ്യമായി ഇവരിൽ നിലനിൽക്കുന്നു. ഈ ഒരു മാനസികാവസ്ഥയെ ഇറോട്ടോമാനിയ എന്ന മാനസികാവസ്ഥയുടെ മറ്റൊരു തലമായാണ് വിശദീകരിക്കപ്പെടുന്നത്. ഡി ക്ലെറാംബോൾട്ട് സിൻഡ്രോം എന്ന പേരിലും ഇറോട്ടോമാനിയ അറിയപ്പെടുന്നു. മറ്റൊരാൾക്ക് തന്നോട് അതിയായ പ്രണയമുണ്ട് എന്ന് തീവ്രമായി തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ എന്ന് ഈ മാനസിക പ്രശ്നത്തെ വിശദീകരിക്കാം. ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളിലൂടെ സ്ത്രീകൾക്കുണ്ടാകുന്ന തീവ്രമായ സെക്ഷൽ ഡിസയർ ഈ ഇൻക്യുബസ് സിൻഡ്രോം എന്ന അവസ്ഥയിലേക്ക് അവരെ ട്രിഗർ ചെയ്യാറുണ്ട്. സൈക്കോസിസിലൂടെ കടന്നു പോകുന്നവരും സ്കിസോഇഫക്റ്റീവ് ഡിസോർഡറിലൂടെ കടന്നു പോകുന്നവർക്കും ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് ചെന്നെത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. നാർക്കോലെപ്സി, സ്ലീപ്പ് പാരാലിസിസ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നീ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കെല്ലാം ഇൻക്യുബസ് സിൻഡ്രോമിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല. ജീവിതത്തിൽ പലപ്പോഴായി ഉണ്ടായിട്ടുള്ള ട്രോമ, സ്ട്രെസ്സ്, മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം ഒരു മനുഷ്യനെ ഈ അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കാനുള്ള കാരണമായി മാറുന്നു. 2023 45 വയസ്സുള്ള ഒരു സ്ത്രീ 4 അപരിചിതരായ പുരുഷന്മാർ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയുമായി ചെന്നെത്തിയതും അന്വേഷണത്തിൽ അങ്ങനെ 4 പേർ വെറും തോന്നലായിരുന്നു എന്ന് കണ്ടെത്തിയതും പരിശോധനയിൽ ആ സ്ത്രീ ഇൻക്യുബസ് സിൻഡ്രോമിലൂടെ കടന്നു പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞതും നമ്മുടെ ഇന്ത്യയിലാണ്. 2021 36 വയസ്സുള്ള ഒരു വിവാഹിതയായ സ്ത്രീ തൻ്റെ വീട്ടിൽ ആരോ ഒരാൾ അദൃശ്യമായി തന്നെ ശാരീരികമായി ഉപയോഗിക്കുന്നു എന്ന് പരാതി നൽകിയതും പരിശോധനയിൽ ആ സ്ത്രീയും ഇൻക്യുബസ് സിൻഡ്രോമിലൂടെ കടന്നു പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞതും നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ്. ഇങ്ങനെ 10ഓളം കേസുകളാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പുരുഷന്മാർക്കും ഇതുപോലെ ഒരസുഖമുണ്ട്. നിങ്ങളിൽ ചിലരെങ്കിലും ഭാവിയിൽ ആ അസുഖത്തിലേക്ക് ചെന്നെത്താനുള്ള സാധ്യതയും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ആ അസുഖം ഏതാണ്? അത് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ശരിയാവുന്നത്? കാലം കുറേ ആയില്ലേ ഞാൻ അങ്ങോട്ട് പറയുന്നു, ഇനി നിങ്ങൾ ഇങ്ങോട്ട് പറ. അപ്പോൾ പുരുഷന്മാരുടെ ഈ അസുഖത്തിൻ്റെ പേര് കമൻറ്റ് ബോക്സ് പറയട്ടെ.